Hello friends. 4th Standard Maths Unit 1 with 4-digit numbers. അതിൽ പാർട്ട് 3 പാർട്ട് 1ഉം 2ഉം മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എമംഗ് 4-digit numbers എന്നുള്ളതിൽ യൂണിറ്റിലെ പാർട്ട് 3 1000 and 1000 completed. 1000 തികഞ്ഞു എന്ന്. ലെറ്റ്സ് ഗീവ് ഇറ്റ് ടു ദ ഹെഡ് മാസ്റ്റർ. നമുക്കിത് ഹെഡ് മാസ്റ്റർ ഏൽപ്പിക്കാം. ദ 4 ക്ലാസ് ലീഡേഴ്സ് ഗേവ് ദ മണി ടു ദ ഹെഡ് മാസ്റ്റർ. 4 ക്ലാസ് ലീഡേഴ്സും മണി ഹെഡ് മാസ്റ്ററിനെ ഏൽപ്പിച്ചു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എമൗണ്ട്. ഈ 4 ക്ലാസ്സത്തെയും കൂടി ടോട്ടൽ എമൗണ്ട് നമുക്ക് നോക്കാം. ഹൗ മച്ച് ഡിഡ് 4th എ ആൻഡ് 4th ബി ഗീവ്? എത്രയാണ് 4th എയും 4th ബിയും കൂടി കൊടുത്തത്? 1000 പ്ലസ് 1000, 2000 അല്ലേ? 2000 ടുഗദർ വിത്ത് ദ എമൗണ്ട് ഫ്രം 4th സി. 4th സിയിലത്തെ എമൗണ്ട് കൂടി കൂട്ടിയാൽ ദിസ് ബിക്കംസ്, അതെന്താവും? 2000 പ്ലസ് 1000 അല്ലേ? 1000 കൂടി, അപ്പോൾ 3000. ടുഗദർ വിത്ത് ദ എമൗണ്ട് ഫ്രം 4th ഡി. 4th ഡിത്തെ എമൗണ്ട് കൂടി ചേരുമ്പോൾ 3000 പ്ലസ് 1000, 4000. What is the total amount from the 4 classes? എത്രയാണ്? 4 ക്ലാസ്സിൻ്റെ കൂടി ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടി അല്ലേ? 4000. 1000 പ്ലസ് 1000 പ്ലസ് 1000 പ്ലസ് 1000 ഈക്വൽസ് 4000. 4000 make 4000. 4000 ആക്കുന്നു അല്ലേ? 4000 ചേരുമ്പോൾ 4000 ആകുന്നു. അപ്പോഴോ ഇഫ് 10,000 ആർ ആഡഡ്, 10,000 ചേരുമ്പോഴോ 10,000 മേക്ക് 10,000. 10,000 ചേരുമ്പോൾ 10,000 അല്ലെങ്കിൽ 10,000 ആകുന്നു. ടു ഗെറ്റ് 1000. ടെക്സ്റ്റ് ബുക്ക് പേജ് 11 ആണ് കേട്ടോ. ടു ഗെറ്റ് 1000 കിട്ടാൻ എന്തൊക്കെയാണ് ഇവിടെ നോക്കൂ. റൈറ്റ് 1000 ആസ് ദ സം ഓഫ് 2 നമ്പേഴ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. 2 സംഖ്യകളുടെ ഉത്തരമായിട്ട് 1000 കിട്ടണം. പല തരത്തിലായിട്ട് അതങ്ങനെ എഴുതാം. ഇപ്പം നമുക്ക് ചെറിയ സംഖ്യ ആലോചിച്ച് നോക്കൂ. 100, 80 പ്ലസ് 20 100, 60 പ്ലസ് 40 100, 75 പ്ലസ് 25 100. അങ്ങനെ 2 നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് 100 പറഞ്ഞതുപോലെ 2 നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് 1000 പറയണം. അപ്പോൾ ഇവിടെ ഏതാണ് തന്നിട്ടുള്ളത്? 850 തന്നിട്ടുണ്ട്. 850 കൂടെ എത്ര ചേരുമ്പോഴാണ് 1000 ആവുക? എത്രയാണ്? 850 പ്ലസ് 50. നമുക്കൊരു 50 ആദ്യം ചേർക്കാം. ഇങ്ങനെയാണല്ലോ നമ്മൾ എളുപ്പത്തിൽ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എത്രയായി? 850 പ്ലസ് 50 900. 850 കൂടെ ഒരു 50 ചേരുമ്പോൾ 900 ആയി. 900 കൂടെ എത്ര ചേർത്താലാണ് 1000 ആവുക? 10 hundreds ആണ് 1000. അപ്പോൾ ഒരു 100 കൂടി ചേരണം. അപ്പോൾ ആദ്യം 50 ചേർക്കണം, അതിന് കൂടെ വീണ്ടും 100 ചേർക്കണം. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര ആഡ് ചെയ്യണം? 150. അപ്പോൾ 850 പ്ലസ് ആ ഡാഷ് ഇട്ട് കൊടുത്ത് 150 എന്ന് എഴുതുക. അടുത്തത് 925. 925 കൂടെ എത്ര ചേരുമ്പോഴാണ് 1000 ആവുന്നത്? അപ്പം നമ്മൾ 0 ഉള്ള സംഖ്യ ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ഒരു 25 കൂടി ആഡ് ചെയ്യാണ്. നമുക്കറിയാം 25ഉം 50 ആണ്. അപ്പോൾ 925 പ്ലസ് 25
950. 950 പ്ലസ് 50 എന്താണ്? 1000. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു? ആദ്യം 25, പിന്നെ 50, ടോട്ടൽ 75 ആഡ് ചെയ്തപ്പോഴാണ് 1000 കിട്ടിയത്. അപ്പോൾ 925 പ്ലസ് ഡാഷ് ഇട്ട് കൊടുത്ത് 75 എഴുതുക. അടുത്തത് 800 പ്ലസ്, അത് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നില്ലേ? 800 എന്ന് പറഞ്ഞാൽ 8 ഹൺഡ്രഡ്സ് അല്ലേ? 10 ആണ് 1000 അല്ലേ? അപ്പോൾ എന്താണ്? 800 പ്ലസ് 200. അടുത്തത് 999, നെക്സ്റ്റ് നമ്പറാണ് 1000. അപ്പോൾ അതിലൂടെ എന്ത് ആഡ് ചെയ്യണം? 1. 999 പ്ലസ് 1. അടുത്തത് 900, നോ, അവിടെ തന്നത് പ്ലസ് 5 ആണ് അല്ലേ? ഒരു പ്ലസ് 5 മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുൻപിലുള്ള സംഖ്യകളാണ് നമ്മൾ നോക്കേണ്ടത്. 1000-ന്ന് 5 ബാക്കി പോകണം എന്നാണ് അല്ലേ? അപ്പോൾ 995 പ്ലസ് 5 ഈക്വൽസ് 1000. ഇനി അടുത്തതിൽ ഒന്നും തന്നിട്ടില്ല, നമുക്കിഷ്ടമുള്ളത് എഴുതാം. 100 പ്ലസ് 900, 300 പ്ലസ് 700, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത് 500 പ്ലസ് 500. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് റൈറ്റ് 1000 ആസ് ദ സം ഓഫ് 3 നമ്പേഴ്സ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഇപ്പം നമ്മൾ മേലെ ഈ 2 നമ്പേഴ്സ് ചേരുമ്പോൾ തന്നെ നമ്മൾ 3 നമ്പേഴ്സ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? 3 നമ്പേഴ്സ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ 1000 ആക്കിയത്. പക്ഷെ എഴുതിയപ്പോൾ നമ്മൾ അത് രണ്ടും കൂടി ചേർത്ത് ഒറ്റ നമ്പറാക്കി. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 3 നമ്പേഴ്സായിട്ട് തന്നെ ഇവിടെ കൊടുക്കണം. എക്സാമ്പിൾ നോക്കൂ. 1000 ഈക്വൽസ് 850 പ്ലസ് 100 പ്ലസ് 50. അപ്പോൾ എത്രയാണ്? 850 കൂടെ 100 കൂട്ടിയാൽ 950, അത് കൂടെ 50 കൂട്ടിയാൽ 1000. അല്ലെങ്കിൽ 850 പ്ലസ് 50 900 ആയി. നമ്മൾ നേരത്തെ നോക്കിയതാ. അതിൽ കൂടെ 100 ചേരുമ്പോൾ 1000 ആയി. ഇനി അടുത്തതിൽ 1000 ഈക്വൽസ് 925 പ്ലസ് 50 പ്ലസ് എന്താണ് അവിടെ വരുന്നത്? ഇതും നമ്മൾ മേലെ കണ്ടെത്തിയതായിരുന്നു. നോക്കൂ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ 925 പ്ലസ് 25 പ്ലസ് 50 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 25 ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ 25 ഇടുക. അടുത്തത് 1000 ഈക്വൽസ് 800 പ്ലസ്, നമ്മൾ നേരത്തെ എത്ര ആഡ് ചെയ്തു? ആദ്യം ഒരു 100 ആഡ് ചെയ്തു, 900 ആയി. പിന്നീട് ഒരു 100 കൂടി ആഡ് ചെയ്തു, 1000 ആയി. അപ്പോൾ ഇവിടെ 100 പ്ലസ് 100 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ മറ്റു തരത്തിലും എഴുതാം അല്ലേ? 150 പ്ലസ് 50 അങ്ങനെ എഴുതാം. ഓക്കെ, അടുത്തത് 1000 ഈക്വൽസ്, നമ്മൾ മേലെ എഴുതിയത് എഴുതണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇവിടെ 700 പ്ലസ് 200 പ്ലസ് 100 എന്നാണ് എഴുതിയിട്ടുള്ളത്. 700 കൂടെ 200 ചേരുമ്പോൾ 900. 900 കൂടെ ഒരു 100 കൂടി ചേരുമ്പോൾ 1000. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ചിൽഡ്രൻസ് സേവിങ്സ്, കുട്ടികളുടെ സമ്പാദ്യം. നിങ്ങൾക്കുണ്ടോ സമ്പാദ്യശീലം? സഞ്ചയിക്കലൊക്കെ നിങ്ങൾ കൂടിയിട്ടുണ്ടോ? അതാണ് സമ്പാദ്യം അല്ലേ? സേവിങ്സ് ഈസ് എ ഗുഡ് ഹാബിറ്റ് ഫോർ ചിൽഡ്രൻ അല്ലേ? നല്ലൊരു ശീലമാണ് കുട്ടികൾക്കുള്ള. റീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഡെപ്പോസിറ്റഡ് സം മണി ഇൻ എ ബാങ്ക് എവറി മന്ത്. റീനയും കൂട്ടുകാരും എല്ലാ മാസവും എവറി മന്ത് ഒരു സംഖ്യ ഡെപ്പോസിറ്റ് ചെയ്യും ഒരു ബാങ്കിൽ. സി റീനാസ് ഡെപ്പോസിറ്റ് ഫ്രം ലാസ്റ്റ് സെപ്റ്റംബർ ടു മാർച്ച്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ റീന ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് നോക്കുക. മന്ത് സെപ്റ്റംബർ.
ഡെപ്പോസിറ്റ് റുപ്പി 50, ടോട്ടൽ റുപ്പി 50. അടുത്തത് ഒക്ടോബറിൽ 100 ആണ്. അപ്പോൾ മുമ്പത്തെ 15 ചേർത്തിട്ട് 150. എങ്ങനെയാണ് അത് കിട്ടിയത്? മുമ്പത്തെ 15 ചേർത്ത് 150. നവംബറിൽ 100, 150 പ്ലസ് 100 250. ഡിസംബറിൽ 200. അതിന് മുമ്പത്തെ മാസം ഇപ്പോൾ എത്രയായിട്ടാണ് നിൽക്കുന്നത്? 250 ആണ്. 250 പ്ലസ് 200 ഈക്വൽസ് 450. ജാനുവരിയിൽ 100 ആണ്. 100. അപ്പോൾ മുമ്പത്തെ മാസം എത്രയായിട്ടുണ്ട്? 450 പ്ലസ് 100 ഈക്വൽസ് 550. ഫെബ്രുവരിയിൽ 200 ആണ്. അപ്പോൾ മുമ്പത്തെ 550 കൂടെ 200 ചേർക്കുമ്പോൾ 750. മാർച്ചിൽ 100 റുപ്പീസാണ്. അപ്പോൾ 750 പ്ലസ് 100 ഈക്വൽസ് 850. അപ്പോൾ ടോട്ടൽ എത്രയായി? ടോട്ടൽ ഡെപ്പോസിറ്റ് ഇൻ ഫിഗേഴ്സ് 850 റുപ്പീസ്. ഇൻ വേർഡ്സ് 850. ഓക്കെ. ഇനി വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നു. റീന ഡെപ്പോസിറ്റഡ് 150 റുപ്പീസ് ഇൻ ജൂൺ മാസത്തിൽ റീന 150 രൂപ കൂടി ഡെപ്പോസിറ്റ് ചെയ്തു. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഡെപ്പോസിറ്റ് നൗ. ഇപ്പോൾ എത്രയാണ് ടോട്ടൽ ഡെപ്പോസിറ്റ്? കഴിഞ്ഞ പ്രാവശ്യത്തെ 850 ആണ് അല്ലേ? ആഡ് 150. അതിൽ കൂടെ 150 കൂടി ആഡ് ചെയ്യണം. 850 പ്ലസ് 150 ഈക്വൽസ് 1000. ഹെർ സേവിങ്സ് ടിൽ നൗ. ഇതുവരെയുള്ള അവളുടെ സേവിങ്സ് എത്രയാണ്? ഫിഗേഴ്സിൽ എഴുതുമ്പോൾ ഇതേപോലെ 1000 റുപ്പീസ് എഴുതുക. വേർഡ്സിൽ എഴുതുമ്പോൾ ഇതേപോലെ വേർഡ്സിൽ എഴുതുക. ഓക്കെ. വെൻ ഹൺഡ്രഡ്സ് ആർ ജോയിൻഡ്, പേജ് നമ്പർ 12. വെൻ ഹൺഡ്രഡ്സ് ആർ ജോയിൻഡ്, നൂറുകൾ ചേരുമ്പോൾ. മനോജ് ഡെപ്പോസിറ്റഡ് 100 റുപ്പീസ് എവറി മന്ത് ഫ്രം ജാനുവരി മുതലുള്ള എല്ലാ മാസവും മനോജ് 100 രൂപ വീതം നിക്ഷേപിച്ചു. കംപ്ലീറ്റ് ദ ടേബിൾ കംപ്ലീറ്റ് ചെയ്യൂ. ഇവിടെ കുറച്ച് കൊടുത്തിട്ടുള്ളൂ അല്ലേ? ജനുവരിത്തെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ഹിസ് ടോട്ടൽ ഡെപ്പോസിറ്റ്? ജനുവരിയിൽ 100 റുപ്പീസ്. ജനുവരിയിലാണ് 100 റുപ്പീസ് ഇടാൻ തുടങ്ങിയത് അല്ലേ? അതിന് മുമ്പ് ബാലൻസ് അവിടെ കാണിക്കുന്നുണ്ട് 1000. അപ്പോൾ ജനുവരിയിൽ 100ഉം മുമ്പത്തെ 1000ഉം കൂട്ടിയിട്ട് 1100. ഓക്കെ. ഫെബ്രുവരിയിൽ അപ്പോൾ 1100 പ്ലസ് 100 1200. മാർച്ചിൽ വീണ്ടും 100 ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ 1300. ഏപ്രിലിൽ 1400. മെയ്യിൽ 1500. ജൂണിൽ 1600. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? 1600 വരെ എങ്ങനെയാണ് കിട്ടിയതെന്ന്? 1600 എന്ന് ഫിഗേഴ്സിലും ലെറ്റേഴ്സിലും വേർഡ്സിലും എഴുതണം. ഓക്കെ. ഇതേപോലെ എഴുതുക. ഇനി ഡിസംബർ മുതൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ഡിസംബർ മുതൽ 100 രൂപ തന്നെ നിക്ഷേപിക്കുകയാണ്. ഡിസംബർ മുതൽ 100 രൂപ വീതം നിക്ഷേപിച്ചാൽ ആകെ എത്ര രൂപയാകും? ജൂലൈ മുതൽക്ക് ഡിസംബർ വരെ 100 റുപ്പീസ് വീതം നിക്ഷേപിച്ചാൽ നോക്കാം. ജൂലൈയിൽ 100. അപ്പോൾ 1600 പ്ലസ് 100 1700. ഓഗസ്റ്റിൽ 100 റുപ്പീസ് ഇട്ടാലോ? 1700 പ്ലസ് 100 1800. സെപ്റ്റംബറിലും 100 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ മുമ്പത്തെ മാസത്തെ 1800 പ്ലസ് 100 അപ്പോൾ 1900. ഒക്ടോബറിൽ 100 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു. 1900 പ്ലസ് 100 2000. ഓക്കെ. നവംബറിൽ 100 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു.
അപ്പോൾ 2000 കൂടെ ഒരു 100 കൂടി ചേർന്നു. 2100. ഡിസംബറിലും 100 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു. 2100 പ്ലസ് 100 2200. ടോട്ടൽ ഡെപ്പോസിറ്റ് എത്രയാണ്? 2200.